അതിൽ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു CV അല്ലെങ്കിൽ റെസ്യൂമെ, നമ്മളുടെ ഒരു ബേസിക് ബയോഡേറ്റ ഡീറ്റെയിൽസ് എല്ലായിടത്തും ചോദിക്കുന്നതാണ്. അത് നല്ല ആകർഷണീയമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ ആ CV-യിലുള്ള കാര്യങ്ങൾ വെറുതെ കള്ളം പറയാതിരിക്കുക. ഇപ്പൊ എന്റെ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാച്ചിങ് മൂവീസ് ആണ് എന്റെ ഒരു ഹോബി. അല്ല ഞാൻ വായിക്കുന്നില്ല എന്ന ചുമ്മാ റീഡിങ് എന്റെ ഒരു ഹോബി എന്ന് പറഞ്ഞു വെച്ച് അവർ ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ഒരു കള്ളം പറയുന്നതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അഭിപ്രായം ഇല്ലാതെ പറയുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് ഒരു പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ CV പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നു. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ആ ഇന്റർവ്യൂവിന് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ വെക്കുക. ഇപ്പൊ ഞാൻ കോളേജ് ലെക്ചറിന്റെ ഇന്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ എനിക്കറിയാം എവിടെയെങ്കിലും ഞാൻ പഠിപ്പിച്ച എക്സ്പീരിയൻസ്, എന്റെ UG PG മാർക്ക് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് മൂല്യം തരും. പിന്നെ ഞാൻ പ്രസന്റ് ചെയ്ത പേപ്പറുകൾ ഉണ്ടെങ്കിൽ അത്. അതുപോലെ നിങ്ങൾ പോകുന്ന ജോലി ഏതാണോ ആ ജോലിക്ക് മാർക്ക് എക്സ്ട്രാ ഈ ഇന്റർവ്യൂവിന് മുന്നേ ഉള്ള മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കരുതി വെക്കുക.